ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമുക്കൊന്ന് ഹിൽ പാലസിൽ പോയാലോ. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഹിൽ പാലസിൽ പോയി വീഡിയോ കണ്ടപ്പോൾ അതിൽ വസുക്കുട്ടൻ വിഷമം പറയണതാണ്. അവനെ കൊണ്ടുപോകാത്ത പോലെയായിരുന്നു അവന് വിഷമം. എന്താ അമ്മ കൊണ്ടുപോയില്ല, നീ കാണിച്ചത് എന്താണ്, അങ്ങനെ കാണിച്ചത്, എന്നെ കൂടി കൊണ്ടുവരുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ കൊണ്ടുപോയേക്കാം. പിന്നെ അവിടെ പാർക്ക് കണ്ട മെയിൻ്റെനൻസ് ആണ്, അതുകൊണ്ടാണ് പിന്നെ അവനെ കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. ആ കാര്യം ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സാരമില്ലമ്മേ, ആ മാഞ്ഞ് ഞാൻ 2 പുല്ല് കൊടുത്തിട്ട് തിരിച്ച് വന്നോളാം എന്ന് പറഞ്ഞു. ഓക്കെ, പുല്ലെങ്കിൽ പുല്ല്. അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും വസുകുട്ടനും കൂടി യാത്ര തിരിച്ചു അവിടെ എത്തി. വൈകിട്ടായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാൻ പറ്റിയില്ല. പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പം എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. എന്താണോ എന്തോ, നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കഥയ്ക്കുക എന്തൊക്കെയാണോ എന്തോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിരുന്നാലും ഞങ്ങൾ നടന്ന് അവിടെ എത്തി. വസുക്കുട്ടനെ കുറേ പുല്ലൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വന്നു. പുല്ല് ഇലയൊക്കെ അവിടെ ഇരിക്കണൊക്കെ എടുത്തൊക്കെ കൊടുത്ത് വസുക്കുട്ടൻ അത് മാനിനൊക്കെ കൊടുത്ത് വസുക്കുട്ടൻ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെയാണോ എൻ്റെ പേരെന്ന് എനിക്കറിയില്ല. മറ്റേ ഈ ഒരു കോലിലൊക്കെ കുത്തിയിട്ട് പൊട്ടറ്റോ ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വന്ന് ഊഞ്ഞാലൊക്കെ ആടി വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്. ബസ്സുവിന് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. സ്കൂൾ തുറപ്പല്ലേ, അപ്പോൾ അതിൻ്റെ ബാഗും കുപ്പിയും വടി തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് കൂടി ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അതെല്ലാം ബസ്സുക്കുട്ടിൻ്റെ അമ്മയാണ് സ്പോൺസർ ചെയ്തത്. ഇനി യൂണിഫോമും കൂടിയാണ് ആരെങ്കിലും സ്പോൺസർ ചെയ്ത സെറ്റപ്പ്. അത് ബസ്സുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഡൈനോസറിൻ്റെ കാലിൽ കയറി ഞങ്ങൾ ഫോട്ടോ എടുത്തോട്ട്, ഒരു മുട്ടക്കാട്ടൻ ഡിനോസർ. പണ്ട് അത് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു, ഇപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ അന്ന് പോയപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ പറ്റി. പിന്നെ ഉള്ളിലൊന്നും കയറിയില്ല, ഞങ്ങൾ പുറത്ത് മാത്രമാണ് കയറിയുള്ളൂ കേട്ടോ. ഉള്ളിൽ കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒന്നാത്തിന്. മാത്രമല്ല അവൻ ഉള്ളിൽ കയറിയിട്ട് പുള്ളിക്കാരന് വലിയ കാര്യമൊന്നുമില്ല, അവനത് വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് മാത്രം കറങ്ങിയിട്ട് വന്നു. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അല്ലേ എവിടെയെങ്കിലുമൊക്കെ പോകുന്നേ. അപ്പോൾ ഓക്കെ.